പഴമയുടേതായ ഒരു ചേമ്പും താള് കറി നമുക്ക് തയ്യാറാക്കിയെടുത്താലോ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ചേമ്പും താള് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് വിരിച്ച് കളയണം. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി നമുക്കെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ചേമ്പും താള് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3/4 കപ്പ് ചെറിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വറുത്തെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും പിന്നെ ഒരു 7-8 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളകി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചേമ്പും താള് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കൂട്ടിവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചേമ്പും താള് ഒരു മിനിറ്റൊക്കെ ആയപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ലൂസാക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചേമ്പും താള് കറി നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ രുചി കൂട്ടാൻ നമുക്കൊരു വറവും കൂടി താളിച്ചൊഴിച്ച് കൊടുക്കുക. അതിനുവേണ്ടി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ 2-3 വറ്റൽമുളകും 1/4 ടീസ്പൂൺ കടുകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വറക് നമുക്ക് ചേമ്പും താള് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. അപ്പോൾ ഇതാ നോക്കിയേ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചേമ്പും താള് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴമയുടെ കൂട്ടായ ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ.